ഇത്രയും ബഹുമാനപ്പെട്ട മാത്യൂസ് ഫാദർസ്റ്റിനുമേൽ ഇവിടെ കൂടിയിരിക്കുന്ന വൈദിക ശ്രേഷ്ഠ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, ഭദ്രാസന കൺവെൻഷൻ്റെ ഭാഗമായി ഒരു യുവവേദി സംഘടിപ്പിച്ചതിൽ അതിലേക്ക് എന്നെ ക്ഷണിച്ചതിലുള്ള വലിയ സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും മഹാഭൂരിപക്ഷമുള്ള ഒരു മനുഷ്യരുടെ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ആരാണ് ഇന്ത്യയിലെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും? ഞാൻ ചോദ്യം ചോദിച്ച ഉത്തരം പറയുക, അത് ഞാൻ പറഞ്ഞിട്ട് പോയാൽ മതിയോ? ചിലപ്പോൾ ചില ചോദ്യങ്ങൾ ചോദിക്കും. തിരുമേനി പറഞ്ഞില്ല, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ പേടിക്കുന്ന ഭരണകൂടങ്ങളാണ് നമുക്കിപ്പോൾ ഉള്ളത്. ചോദ്യം ചോദിക്കുന്നവരൊക്കെ വലിയ തെറ്റുകാരും ക്രിമിനലുകളുമാണെന്ന് പറയുന്ന ഒരു ഭരണ സംവിധാനത്തിൽ നിരന്തരമായി സ്വയവും മറ്റുള്ളവരോടും സമൂഹത്തോടും ചോദ്യങ്ങൾ ചോദിക്കണം. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവ് എപ്പോൾ നഷ്ടപ്പെടുന്നോ അന്നാണ് ഒരു അടിമ ജനിക്കുന്നത്. എനിക്കും കൂടെ അവകാശപ്പെട്ടതാണ് എന്നുള്ള ബോധം, എനിക്ക് ചോദിക്കണമെന്നുള്ള ചിന്ത എന്ന് അസ്തമിച്ചു പോകുന്നോ അന്ന് നിങ്ങൾ വെറും അടിമകളായി മാറും. അടിമയെ കൊണ്ടുവരുവാൻ വലിയ പ്രയാസമാണ്. പിന്നെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അടിമപ്പെട്ടു പോയാൽ, നമ്മൾ സാധാരണഗതിയിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവരെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകാറുണ്ട്, അല്ലേ? ലഹരി വലിയ പ്രശ്നമാണ്. ലഹരിക്ക് അടിമപ്പെട്ടവരെ ലഹരി വിരുദ്ധ വിമുക്ത സ്ഥലങ്ങളിൽ നമുക്ക് തന്നെയുണ്ട് വിമുക്തി എന്ന് പറഞ്ഞ സ്ഥലം. അടിമകളുടെ ഏറ്റവും വലിയ മാനസികാവസ്ഥ അവർ അടിമകളാണെന്നുള്ള ബോധ്യമില്ലാത്തതാണ്. നമ്മളൊക്കെ ഒരു വിധത്തിൽ പലതിനും അടിമകളാണ്. അടിമകളാകാതിരിക്കണമെങ്കിൽ ഉണർന്നിരിക്കുകയും സ്ഥിരം ചോദ്യം ചോദിക്കുകയും ചെയ്യണം. അതുകൊണ്ട് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും, നിങ്ങളും ചോദിക്കണം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരം പറയണം. സമ്മതമാണോ? NSS കുട്ടികളൊക്കെ കൂട്ടത്തില്ലേ? NSSരൊക്കെ നല്ല രസമായിട്ട് ബഹളം വയ്ക്കുകയും മനോഹരമായ രീതിയിൽ നിങ്ങളുടെ സ്വാഗതകാരം പാടുകയൊക്കെ ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യരാണ് നമ്മളൊക്കെ. അതുകൊണ്ട് തീർച്ചയായിട്ടും ചോദ്യങ്ങൾ ചോദിക്കും. ഇന്ത്യയിലെ ഏറ്റവും ഭൂരിപക്ഷം ആരാണ് എന്നാണ് എൻ്റെ ചോദ്യം. മതത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഭൂരിപക്ഷം മനുഷ്യരാരാണ് ഇവിടുത്തെ? അറിയുമോ? ഇന്ത്യയിൽ എത്ര കോടി ജനങ്ങളുണ്ടെന്ന് അറിയുമോ? 1.4 ബില്യണാണ്. 140 കോടി. നമ്മളിതൊരു കൊട്ടത്താപ്പ് കണക്കാം, അത്രയൊന്നുമല്ല, അത് കൂടുതൽ ഉണ്ടാവും. 2021 നടത്തേണ്ട സെൻസസ് ഒന്നും ഇന്ത്യ ഗവൺമെന്റ് നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഇതൊരു ഉദ്ദേശം വെച്ച് പറയുന്നതാണ്. 140 കോടി ജനങ്ങൾ. അതിൽ ഭൂരിപക്ഷവും ആരാ? ശിശുക്കളാണോ, ബാലന്മാരാണോ, യുവാക്കളാണോ, വാർദ്ധക്യത്തിൽപ്പെട്ടവരാണോ? ആരാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് എന്ന് പറഞ്ഞ കേട്ടെ? യുവാക്കളാണ്, യുവജനങ്ങളാണ്. എത്ര പെർസെന്റ് ഉണ്ടെന്നറിയാം? ഇന്ത്യൻ ജനസംഖ്യയിൽ എത്ര പെർസെന്റ് ഉണ്ടെന്നറിയാം യുവജനങ്ങൾ? എന്നറിയില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തി അറിയില്ല, അതാ പ്രശ്നം. ഇപ്പോൾ എനിക്ക് അതിന്റെ ശക്തി അറിയില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ ബലം തിരിച്ചറിയാം. ഇന്ത്യൻ ജനസംഖ്യയുടെ 50% യുവജനങ്ങളാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും യുവജനങ്ങളുള്ള രാജ്യം ഇന്ത്യയാണ്. 25 വയസ്സിന് താഴെയുള്ള യുവജനങ്ങളുടെ എണ്ണത്തിലും നമ്മൾ വളരെ മുന്നിലാണ്. 35%. തീർച്ചയായിട്ടും അഭിമാനം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഭൂരിപക്ഷത്തോടൊപ്പം നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഭിമാനം എനിക്കുണ്ട് എന്ന് പറയണം. നിങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ അങ്ങനെയാണ്. പക്ഷേ ഇന്ത്യൻ പാർലമെന്റ് എത്ര യുവാക്കളുണ്ടെന്ന് അറിയാമോ? ആലോചിച്ചിട്ടുണ്ടോ? ഇന്ത്യൻ പാർലമെന്റ് എത്ര മനുഷ്യരുണ്ട്, എത്ര അംഗങ്ങളുണ്ട്? ഞാൻ യുവാക്കളായതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അറിയണ്ടേ? അറിയാം. ലോക്സഭയിലും രാജ്യസഭയിലും കൂടെ എത്ര പേരുണ്ട്? 763 പേരുണ്ട്. ലോക്സഭയിലും രാജ്യസഭയിലും നോമിനേറ്റ് ചെയ്യപ്പെട്ട രാഷ്ട്രപതിക്ക് 12 പേരെ നോമിനേറ്റ് ചെയ്യാം. അതുൾപ്പെടെ 763 പേരുണ്ട്. അതിൽ എത്ര ശതമാനമാണെന്നറിയുമോ യുവജനങ്ങൾ? എത്ര യുവജനങ്ങളുണ്ട്? 40 വയസ്സിന് താഴെയുള്ളവരാണ്. ഇപ്പം
ലോകാരോഗ്യ സംഘടന, ഐക്യരാഷ്ട്ര സംഘടനയൊക്കെ പറയുന്നത് 60 വയസ്സ് വരെയോ 70 വയസ്സ് വരെയോ വേണം യുവത്വമായിട്ട് കണക്കാക്കാം. 60 വയസ്സുള്ളവരൊക്കെ യുവാക്കളാണ്. മധ്യവയസ്സ് തുടങ്ങുന്ന 70-ലാണെന്നൊക്കെ ഇപ്പം പുതിയ മാനദണ്ഡങ്ങൾ വന്നിട്ടുണ്ട്. സന്തോഷിക്കാൻ നല്ല കാര്യമാണ്. പക്ഷേ നമുക്കൊരു 40 എടുക്കാം. തൽക്കാലം 40 എടുത്താൽ പോലും ഇന്ത്യൻ പാർലമെന്റിൽ ആകെ ഉള്ളതിൻ്റെ 12% മാത്രമേ യുവാക്കളുള്ളൂ. 763-ന്റെ 12% ആൾക്കാരാണ് യുവജനങ്ങൾ. ഇന്ത്യയിലെ ആദ്യത്തെ പാർലമെന്റ് എന്നാ തുടങ്ങിയെന്നറിയാം? ഞാൻ പ്രസംഗിക്കുകയല്ല, ഞാൻ അച്ഛനോട് പറഞ്ഞു, ചുമ്മാ ഇന്ററാക്ഷൻ സെഷനാണ്, ഇടയ്ക്ക് ചില കാര്യങ്ങൾ പറയുന്നേ ഉള്ളൂ. ഇന്ത്യയിലെ പാർലമെന്റ് തുടങ്ങുന്നത് ഇന്ത്യൻ പാർലമെന്റ് ബ്രിട്ടീഷുകാർ വിട്ടുപോയി. ഇന്ത്യ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായി ആദ്യത്തെ ഇലക്ഷൻ വരുന്നു. ഇന്ത്യയിൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഒരു ഭരണം വരുന്നത് എന്നാണ്. അന്ന് മുതലാണ് നമ്മൾ ഇന്ത്യക്കാരാൽ ഭരിക്കപ്പെട്ടു തുടങ്ങിയത്. 1951 അല്ലേ? 51-ൽ ഇന്ത്യൻ പാർലമെന്റിൽ 36% യുവജനങ്ങൾ ഉണ്ടായിരുന്നത്. 75 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ അവരുടെ എണ്ണം 12 കുറച്ചു. ഇപ്പം 12%. പക്ഷേ അന്നത്തേക്കാൾ ഇരട്ടിയിലധികം യുവജനങ്ങൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. അപ്പൊ തന്നെ നമുക്കറിയാം യുവജനങ്ങൾക്ക് ഇന്ത്യയിലെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ലോകത്തിലെ എല്ലാ യുവജനങ്ങൾക്കും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലമാണ് യുവത്വം എന്ന് പറയുന്നത്. ഒരിക്കലും നഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്തതും നഷ്ടപ്പെടുത്താത്തതും നമ്മൾ ഉപേക്ഷിക്കാറുള്ളതാണ്. ഒരു മനുഷ്യനും അവന്റെ കടന്നു പോകുന്ന കാലങ്ങളെ ഉപേക്ഷിച്ചിട്ടല്ല അടുത്തേക്ക് പ്രവേശിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എല്ലാവരെയും നമ്മൾ കൂട്ടിക്കൊണ്ടുപോകും, കൂടെ ചേർത്ത് വെച്ച് മുന്നോട്ട് പോകും. ഓരോന്നിനും നമ്മൾ അനുഭവങ്ങളെ ചേർത്ത് വരികയും ആ പാഠത്തിൽ നിന്ന് കൂടി ജീവിതത്തിലേക്ക് വരികയും ചെയ്യും. അതുകൊണ്ട് ഉള്ളിൽ യുവാവായിരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ശിശു ഉണ്ടായിരിക്കും. വാർദ്ധക്യം കഴിഞ്ഞു പോകുമ്പോഴും നമ്മുടെ ഉള്ളിൽ തീക്ഷ്ണമായ ഒരു യൗവനം അന്നേരം ബാക്കി നിൽക്കുന്നുണ്ടായിരിക്കും. ഏത് കാലത്തിലെത്തുമ്പോഴും കഴിഞ്ഞുപോയ കാലത്തിൻ്റെ ഒരു അംശത്തെ നമ്മൾ ചേർത്ത് പിടിക്കും, അതിന് അനുഭവങ്ങളെ ചേർത്ത് പിടിക്കും. അതിനെയാണ് നമ്മൾ ജീവിതാനുഭവങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതം വിജയിക്കുക. അപ്പോൾ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ആ കാലമാണ് ലോകത്തെ സൃഷ്ടിക്കുന്നത്. ഞാൻ നിങ്ങളെപ്പോലെ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ, യുവാവായിരുന്ന കാലഘട്ടത്തിൽ അഭിമാനപൂർവ്വം ഒരു യുവാവാണെന്ന് ചിന്തിച്ചിട്ടില്ല. പല കാരണങ്ങളാണ്. കാരണം ഒരു പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിച്ച ആളുകൂടെയാണ്. അപ്പം അതിനോട് ചേർന്ന് പ്രവർത്തിക്കുമ്പം ഉണ്ടാകാവുന്ന ചില അസ്വാരസ്യങ്ങളെയും നേരിടുന്നതിനുള്ള ഒരു ആത്മധൈര്യം ഞാൻ യുവാവാണെന്നുള്ള ചിന്തയിൽ നിന്നുണ്ടാവാം. പിന്നീട് മനസ്സിലാകാത്തത് വലിയ കാര്യമൊന്നുമില്ലാത്ത കാലം പഠിപ്പിക്കും ചില പാഠങ്ങൾ. എന്തായാലും ശരി, ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ, ജീവിതം എന്താണെന്ന് തീരുമാനിക്കുന്നതും യൗവനമാണ്. ജെയിംസ് ജോയ്സിന്റെ പോർട്രേറ്റ് ഓഫ് ദി ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ എന്നുള്ള പുസ്തകം കേട്ടിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ? ജെയിംസ് ജോയ്സിനെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം അയർലൻഡിലെ ഏറ്റവും പ്രശസ്തനായ മോഡേൺ എഴുത്തുകാരിൽ ഒരാളായിരുന്നു. ഉലീസസ് എന്ന് പറയുന്ന അതിമനോഹരമായ കൃതി എഴുതിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പുസ്തകമാണ് ഈ പോർട്രേറ്റ് ഓഫ് ദി ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ എന്നുള്ള പുസ്തകം. ഈ പുസ്തകം വായിക്കാൻ അതിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് സ്റ്റീഫൻ ഡിഡാലസ് എന്നാണ്. സ്റ്റീഫൻ ഡിഡാലസിന് പഠിക്കേണ്ട ഒരു കഥാപാത്രമാണ്. കാരണം അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. അതുകൊണ്ട് ജീവിതത്തെക്കുറിച്ചുള്ള ഓരോ ധാരണകളുടെയും തീരുമാനങ്ങളുടെയും പിന്നിൽ മതമുണ്ടാവും. ഈ മതത്തിൽ തന്നെ ജീവിച്ച് വളരുന്ന ആൾക്കാർക്ക് അത്തരം ചില കാര്യങ്ങളുണ്ട്. അത് നല്ലതോ ചീത്തയൊന്നും പിന്നെ അറിയില്ല. പക്ഷെ അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും അവർ ചെയ്യുന്നത്. സ്വതന്ത്രമായ ചിന്തകൾ സ്റ്റീഫൻ ഡിഡാലസിനെ പിന്നീട് പിടികൂടുന്നുണ്ട്. പിന്നീടുള്ള കാലഘട്ടം സ്വതന്ത്രമായ ചിന്ത. അന്നേരം യുക്തിപരമായും ശാസ്ത്രീയമായും ജീവിതത്തെക്കുറിച്ച് കാണാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം സ്വയം തീരുമാനിക്കും, ഞാൻ ഇതൊന്നും അല്ല, കണ്ടെത്തലാണ്. ആ നോവലിൻ്റെ ഒരു പ്രത്യേകത അതാണ്, സ്വയം കണ്ടെത്തുന്ന നോവലാണ്. ഈ നമ്മുടെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബോധധാര സമ്പ്രദായത്തിൽ എഴുതിയ നോവലാണ്. ഉള്ളിലെ ആശയങ്ങൾ സൈക്കോളജിക്കലായിട്ട് തന്നെ ആശയങ്ങൾ ഇങ്ങനെ പങ്കുവയ്ക്കുകയും പറയുകയും ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങളെക്കാൾ കൂടുതൽ ഉള്ളിൽ നിന്നാണ് വരുന്നത്.
ഉള്ളിലെ ആശയങ്ങൾ. അപ്പോൾ കുട്ടിക്കാലം മുതലുള്ള അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹം ഇങ്ങനെ ഓർക്കുന്നുണ്ട്. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടിയാൽ വായിക്കാം. ഞാൻ ഈ പ്രസംഗത്തിനിടയിൽ പുസ്തകത്തിന്റെ പേര് പറയും, കാരണം എൻ്റെ കൂട്ടുകാരാണ് അവരെൻ്റെ പ്രിയപ്പെട്ടവർ. അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ കിട്ടിയാൽ വായിക്കേണ്ട പുസ്തകങ്ങളാണ് ഞാൻ പറയാറുള്ളൂ. അത് ശ്രദ്ധിക്കുകയും ചെയ്യാം. അപ്പോൾ സ്റ്റീഫൻ ഗിഡാലിസ് അവസാനം കണ്ടുപിടിക്കുകയും ഞാൻ ആർട്ടിസ്റ്റാണ്, എനിക്ക് ആർട്ടിസ്റ്റാണ് ജീവിക്കുന്നത്. അത് ആരുടെ അടിച്ചേൽപ്പിക്കപ്പെട്ട തീരുമാനമൊന്നുമല്ല, ലോകം അയാളെ പഠിപ്പിച്ചൊരു പാഠമാണ്. എനിക്കൊരു കഴിവുണ്ടെന്നുള്ള കണ്ടെത്തലാണ്. ജീവിതത്തിൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം സ്വയം മനസ്സിലാക്കുക എന്നതാണ്. അവരവരെ കണ്ടെത്തുക. ആരെങ്കിലും വന്ന് എന്നെ ഇവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നു എന്ന് പറയുന്ന ചിലപ്പോൾ ജീവിതത്തിൽ അപൂർവമായ സന്ദർഭങ്ങൾ അങ്ങനെ സംഭവിച്ചേക്കാം. പക്ഷെ പ്രതീക്ഷിക്കരുത് അങ്ങനെ. പ്രത്യേകിച്ച് അതിസങ്കീർണമായ ഒരു കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം നമ്മളെ കണ്ടെത്തുകയും തീരുമാനിക്കുകയും ചെയ്തിരിക്കും. 2023 ഇൻഡോറിൽ യുവജനങ്ങളുടെ ഒരു വലിയ ക്യാമ്പ് നടന്നതിൻ്റെ ഒരു വാർത്ത ഞാൻ ഈ അടുത്താണ് വായിച്ചു. 162 പേർ പങ്കെടുക്കാം. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കോളേജുകളിൽ നിന്ന്, പ്രൊഫഷണൽ കോളേജുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ബ്രില്യൻറ്റ് കുട്ടികളെന്ന് പറയാവുന്ന 162 പേരുടെ ഒരു ക്യാമ്പാണ്. ഈ ക്യാമ്പിൽ പങ്കെടുത്തവരുടെ അവസാന ദിവസം ക്യാമ്പിന്റെ ഭാരവാഹികൾ ചോദിച്ചു, നിങ്ങൾക്ക് ആരാകണം എന്നാണ് ആഗ്രഹം. അത്ര ഒരു ചോദ്യം ചോദിച്ചാൽ ഇന്ത്യയിലെ കുട്ടികൾ പറയുന്നത് എന്താണെന്ന് നല്ലൊരു അറിയാലോ. കേരളത്തിലെ കുട്ടികൾ നിങ്ങളൊക്കെ എന്തായിരിക്കും പറയുക? ഞാൻ ആരാകണമെന്ന് ചോദിക്കും. ഈ ചോദ്യം ക്ലേശയാണ്. ചോദ്യം കേട്ട് മടുത്തിട്ടുണ്ടാവും. ആരാവണം? അതിന്റെ കാരണം നമ്മൾ ഇതുവരെ ചിന്തിക്കാത്തൊരു കാര്യത്തെ കുറിച്ച് ചോദിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് പറയും? എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷേ നമുക്ക് ചില റെഡിമെയ്ഡ് ഉത്തരങ്ങളുണ്ട്. അത് നമ്മുടെ നാട്ടിൽ കാണുന്ന കുഴപ്പമില്ലാതെ ജീവിക്കുന്ന ചില മനുഷ്യരാണ്. അവരെ ചൂണ്ടിക്കാണിക്കണം. അതുകൊണ്ട് പറയാം, എനിക്ക് എഞ്ചിനീയർ ആവണം, എനിക്ക് ഡോക്ടർ ആവണം, എനിക്ക് വർക്ക് ഇങ്ങനത്തെ കുറെ പ്രൊഫഷണൽസിന്റെ പേര്. ചിലർ പറയും ബിസിനസ് ആവണം. ആ 122 പേരിൽ ആരും തന്നെ പറഞ്ഞില്ല എനിക്കൊരു രാഷ്ട്രീയ നേതാവാണ്. അത് വലിയ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അവരങ്ങോട്ട് പറയുന്നുണ്ട്, രാഷ്ട്രീയമല്ല ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. യഥാർത്ഥത്തിൽ എഞ്ചിനീയറെയും ഡോക്ടറെയും വക്കീലിനെയും ഇന്ത്യൻ നിയമവ്യവസ്ഥകളെയും ഇന്ത്യയിലെ പൊതു സംവിധാനങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഭരണമാണ്. ഭരണത്തെ നിയന്ത്രിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്തിൽ രാഷ്ട്രീയ കക്ഷികളുമാണ്. അപ്പം ഇതിനൊന്നും രാഷ്ട്രീയ കക്ഷികളായിക്കൊള്ളാം എന്ന് ചോദിക്കുമ്പോൾ പറയും, വേണ്ട, ഞങ്ങൾക്ക് ആർക്കും രാഷ്ട്രീയം വേണ്ട. രാഷ്ട്രീയത്തോട് താല്പര്യമില്ല. രാഷ്ട്രീയത്തോട് താല്പര്യം എന്ന് പറയുന്നത് നല്ല കാര്യമായിട്ട് കരുതണ്ട. കാരണം ജനാധിപത്യ വ്യവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യരായ നമുക്കൊക്കെ രാഷ്ട്രീയം ഉണ്ടാവണം. തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയം ഉണ്ടാവണം. നമുക്ക് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന് രാഷ്ട്രവും ജീവിതവുമായി കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ രാജ്യത്ത് എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്ന് ചിന്തിക്കാമെങ്കിൽ ഇസ്രായേലി കവിയായിരുന്ന നീമലുടെ കവിത കേട്ടില്ല നിങ്ങൾ? അദ്ദേഹം ഒരു അരാഷ്ട്രീയവാദിയായിരുന്നു. അദ്ദേഹത്തിന്റെ കഥാപാത്രം, അദ്ദേഹമല്ലാതെ എഴുതിയ കഥാപാത്രം. അദ്ദേഹത്തിന്റെ കവിതയിൽ പറയുന്നുണ്ട്, അവരാദ്യം വന്ന് എൻ്റെ അയൽവാർ വീട്ടിലെ കത്തോലിക്കരെയെല്ലാം പിടിച്ചുകൊണ്ട് പോയി. ഹിറ്റ്ലറെ കുറിച്ചാട്ടോ, ഫാസിസ്റ്റെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ജനാലയിലൂടെ നോക്കി നിന്നു, കാരണം ഞാനൊരു കത്തോലിക്കനല്ലായിരുന്നു. അപ്പൊ എന്നെ പിടിക്കില്ല. സ്വയം സുരക്ഷിതരാകുകയാണ്. പിന്നീട് അവർ വന്ന് കമ്മ്യൂണിസ്റ്റുകാരെ പിടിച്ചുകൊണ്ട് പോയി. നിങ്ങൾ കേട്ടുള്ള കവിതയാണല്ലോ. ഞാൻ സുരക്ഷിതരാണ് അപ്പോഴും, കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനല്ല. ഒടുവിൽ അവർ എന്നെ തേടി വന്നു. അപ്പോൾ എനിക്ക് വേണ്ടി വിലപിക്കാൻ ചുറ്റുപാടും ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ അരാഷ്ട്രീയമല്ല നമുക്ക് വേണ്ടത്, രാഷ്ട്രീയം തന്നെയാണ്. പക്ഷെ അത് എന്ത് തരം ഇപ്പം നമ്മൾ നിലവിലുള്ള രാഷ്ട്രീയം നോക്കുമ്പോൾ അഴിമതി, സ്വജനപക്ഷപാതം, ആകെ പ്രശ്നങ്ങളാണ്. നമ്മുടെ മാധ്യമങ്ങളെ സംബന്ധിച്ച് നമ്മുടെ പത്രങ്ങളൊക്കെ വായിക്കാറില്ല, എനിക്കറിയില്ല. പത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ മാത്രം പ്രധാനപ്പെട്ട പത്രങ്ങൾ എടുത്താൽ വാർത്തയും പരസ്യവും തമ്മിലുള്ള ഒരു അനുപാതം എന്ന് പറയുന്നത് 60-40 60-40. 40 എന്ന് പറഞ്ഞാൽ വാർത്തയാണ്. 40% വാർത്തയും 60% പരസ്യങ്ങളുമാണ്. കാരണം പരസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണെന്ന്. നമുക്ക് വേണ്ടാത്ത ഉൽപ്പന്നങ്ങൾ, നമുക്ക് വേണ്ടാത്ത നമ്മുടെ അഭിരുചികളെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും നമുക്ക് ഒരിക്കലും വേണ്ടാത്ത വാക്കുകളെ നമ്മുടെ വായിലേക്ക് തിരികെ തരികയും ചെയ്യുന്ന വലിയ അന്തർദേശീയ പ്രസ്ഥാനത്തിന്റെ പേരാണ് പരസ്യം. അതാണ് 60%. 40%ആണ് വാർത്ത. ഈ 40% വാർത്തയെക്കാളും സത്യസന്ധമാണ് 60% പരസ്യം എന്നുള്ള ഇപ്പോഴത്തെ അവസ്ഥ, അല്ലേ? 40% വാർത്തകളേക്കാൾ സത്യസന്ധമാണ് 60% പരസ്യം. പരസ്യം കള്ളത്തരമാണെന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷെ നമ്മളിപ്പോൾ പറയും വാർത്തയാണ് കുറച്ചുകൂടെ കള്ളത്തരം. ആ വാർത്തയിൽ
തന്നെ അതിൻ്റെ 40% വാർത്തയുടെ 90% വാർത്തകളും രാഷ്ട്രീയക്കാരുടെ വാർത്തകളാണ്. രാഷ്ട്രീയക്കാർ കാണിക്കുന്ന കാര്യങ്ങൾ അവർ കാര്യങ്ങളൊക്കെയാണ്. സൈലൈൻ ചെയ്യപ്പെട്ട മനുഷ്യർ, ഇവിടെയാണ് ക്രിസ്തു എന്ന് പറയുന്ന ഒരാളിനെ നമുക്ക് ഇഷ്ടപ്പെട്ടു പോകുന്നത്. സൈലൈൻ ചെയ്യപ്പെട്ട മനുഷ്യർ, ജീവിതത്തിന്റെ തെരുവുകളിലായി പോകുന്ന മനുഷ്യർ. ഈ മനുഷ്യര് വാർത്തകളിലില്ല, ഇടങ്ങളിലെങ്ങും വരുന്നില്ല, ഒരു ചർച്ചയിലും വരാത്ത കുറെ മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ. യഥാർത്ഥത്തിൽ ക്രിസ്തു തേടി നടന്ന അത്ര മനുഷ്യരെയാണ്. അവരിലേക്കുള്ള യാത്രയാവണം ഏതൊരു മതവും ചെയ്യേണ്ടത്. നിങ്ങളൊക്കെ പലതരം മതങ്ങളിൽ വിശ്വസിക്കുന്ന, പലതരം ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന ആളാണെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, അതാണ് ശരി. നമുക്ക് ബഹുസ്വരതയുടെ കാലമാണ്. അപ്പൊ എല്ലാ തരത്തിലുള്ള വിശ്വാസങ്ങളും നമുക്കുണ്ടാവണം. പക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ മതം, ക്രിസ്ത്യാനിറ്റിയെ മാത്രം എടുക്കാം. കുറെ ക്രിസ്ത്യനായിട്ടുള്ള ആൾക്കാരുണ്ട്. ഞാൻ നിങ്ങളൊരു ചോദ്യം ചോദിക്കട്ടെ, ക്രിസ്ത്യാനിറ്റി നിങ്ങളെ പഠിപ്പിച്ച ഏറ്റവും ശക്തമായ മൂല്യം എന്താണെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാം? ക്രിസ്തീയ ജീവിതം എന്നെ പഠിപ്പിച്ച ഏറ്റവും ശക്തമായ മൂല്യം ഇതാണ് എന്നൊന്ന് പറയാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? അതൊന്നും പഠിപ്പിച്ചിട്ടില്ലേ? അപ്പനും അമ്മയൊക്കെ ക്രിസ്ത്യാനികളായിരുന്നുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനി ആവുന്നു, ഞാൻ സൺഡേ സ്കൂളിൽ പോകുന്നു, ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പങ്കെടുക്കുന്നു, പള്ളിയിൽ പോകുന്നു, കുർബാന കൊള്ളുന്നു, അങ്ങനെ ജീവിക്കുന്നു. ജനിക്കുന്ന മുതൽ മരിക്കുന്നവർ വരെ പള്ളിയെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. പള്ളി ഒരു മൂല്യം കൂടെയല്ലേ, മൂല്യമാവണ്ടേ? ഏത് മൂല്യമാണ് നിങ്ങളെ സ്വാധീനിച്ചത്? ഉത്തരവൊന്നുമില്ല. ആരെങ്കിലും പറയാൻ പറ്റുമോ? ഏത് മൂല്യമാണ് നിങ്ങളെ സ്വാധീനിച്ചത്? നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ, അത് ക്രിസ്തു ആയിക്കോട്ടെ, അള്ളാഹു ആയിക്കോട്ടെ, അല്ലെങ്കിൽ കൃഷ്ണനോ ശ്രീരാമനോ ആരും ആയിക്കോട്ടെ, ഏത് സങ്കല്പങ്ങളും ആയിക്കോട്ടെ, ഏത് ദൈവസങ്കല്പങ്ങളും ആയിക്കോട്ടെ, അതിലെ എന്താണ് നിങ്ങളെ ആകർഷിക്കുന്നത്, എന്താണ് നിങ്ങളെ പിടിച്ചു നിർത്തുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? സ്വയം ചിന്തിക്കുന്ന, യുക്തിപരമായി ചിന്തിക്കുന്ന, അതിലുപരി ശാസ്ത്രീയമായി ചിന്തിക്കുന്ന മനുഷ്യരാവണം യുവാക്കൾ. നിങ്ങൾ തന്നെയുള്ള ഒരുപാട് കഴിവുകളെ അപ്പോഴേ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുകയുള്ളൂ. ഒന്നിനെയും, അത് മതവിശ്വാസത്തിലാണെങ്കിൽ പോലും അന്ധമായി പിന്തുടരരുത്. എല്ലാവരും പോകുന്നതുകൊണ്ട് ഞാൻ പോകുന്നുകൊണ്ട് വരരുത്. അതൊരു ചടങ്ങായി പോകുന്നു. ചടങ്ങായി പോകുന്ന എല്ലാം നഷ്ടങ്ങളാണ്. അർത്ഥമറിഞ്ഞ് അതിനെ സമീപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളതിൻ്റെ മൂല്യം തിരിച്ചറിയണം. ഇന്ന മൂല്യം, ക്രിസ്തുവിൽ എന്നെ ആകർഷിച്ചത് എന്താണ്? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും മനുഷ്യ സ്നേഹമാണെന്ന് പറയും. ബാക്കിയൊന്നും എനിക്ക് വലിയ കാര്യമൊന്നുമില്ല, എന്തൊക്കെ ക്രിസ്തു പലതും ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ എന്നെ ആകർഷിച്ചത് ക്രിസ്തു സ്നേഹമാണ്, ക്രിസ്തുവിന്റെ സ്നേഹമാണ്, മനുഷ്യരോടുള്ള സ്നേഹം. രണ്ട് ശിഷ്യന്മാർ വന്നിരിക്കുക ക്രിസ്തുവിനോട് ചോദിക്കും, ക്രിസ്തു ഗുരുവേ, ഈ സ്വർഗം എങ്ങനെയിരിക്കും? ഈ സ്വർഗം വലിയൊരു ആകർഷണമാണോ? എല്ലാവരുടെയും ആകർഷണം, എല്ലാ മതങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന ആശയം നിങ്ങൾക്ക് തരാൻ പോകുന്ന സ്വർഗമാണ്. എനിക്ക് വലിയ അത്ഭുതം ഉണ്ടാകുന്ന കാര്യമാണ്. മതങ്ങളെല്ലാം ഒന്നാണ് ഒരു വിധത്തിൽ, കാരണം ലക്ഷ്യമൊന്നും എല്ലാവരുടെയും എന്താണ്? സ്വർഗം കൊടുക്കുക. പല പേരുകളിലാണ് നമ്മൾ കൊടുക്കുന്നത്, പല പേരുണ്ടല്ലോ എന്ന് മാത്രമേ ഉള്ളൂ. പേര് മാറുന്നേ ഉള്ളൂ. ചില രക്ഷ എന്ന് പറയും, ചിലർ മോക്ഷം എന്ന് പറയും, അല്ലേ? പേരെല്ലാം ഒന്നാണ്, പക്ഷെ ആശയം ഒന്നാണ്. പേര് പലതാണ്, ആശയം ഒന്നാണ്. അപ്പൊ എന്താണ് സ്വർഗം എന്ന് ചോദിക്കുമ്പോൾ ക്രിസ്തു പറയുന്ന ഒരു ഉത്തരവുണ്ട്. പലരും ചർച്ച ചെയ്യാത്തൊരു ഉത്തരവും എന്നെയൊക്കെ പിടിച്ചു കൊടുക്കുന്ന ഒരു ഉത്തരവാണ്. അത് നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്നാണ് പറയുന്നത്. എന്ത്? ഈ സ്വർഗം. ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ പേരാണ് സ്വർഗം എന്നാണ് ക്രിസ്തു പറയുന്നത്. ഒരു കുടുംബത്തിലെ മനുഷ്യർ തമ്മിൽ ഉണ്ടാക്കിയെടുക്കേണ്ട സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും പേരാണ് സ്വർഗം. ഒരു മതത്തിലെയും മനുഷ്യർ തമ്മിൽ, ഒരു സമൂഹത്തിൽ താമസിക്കുന്ന മനുഷ്യർ തമ്മിൽ ഉണ്ടാകേണ്ട പരസ്പര സഹകരണത്തിന്റെ പേരാണ് സ്വർഗം. ഇതിടപെടുന്ന മതത്തിലും വിശ്വാസത്തിലും രാഷ്ട്രത്തിലും എന്തിന് സ്വന്തം കുടുംബം വരെ നരകമാക്കിയതിനു ശേഷം സ്വർഗം കിട്ടാൻ കാത്തിരിക്കുന്ന മനുഷ്യരാണ് നമ്മുടെ ചുറ്റുപാടുകൾ. ഇടപെടുന്ന സകല സ്ഥലങ്ങളും നരകമാക്കും, എന്നിട്ട് സ്വർഗത്തിന് വേണ്ടി കാത്തിരിക്കും. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ സ്വർഗം. നിങ്ങൾ സ്വർഗം കണ്ടെത്തണമെന്നതാണ്. എന്താണ് നിങ്ങളുടെ സ്വർഗം? നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളെ കൊണ്ടുവരിക. അത് കണ്ണു തുറന്ന് ചുറ്റുപാടും കാണണം. മറ്റുള്ള മനുഷ്യരെ പോലെ അല്ല, മറ്റുള്ള മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയും. അങ്ങനെയാണ് ഒരു ഇതുവരെ നഷ്ടപ്പെട്ടു. ഇപ്പൊ 14-15 നൂറ്റാണ്ടുകളിലെ യൂറോപ്പിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടം വരുന്നുണ്ട്. അപ്പം
പഴയ ചരിത്രവും സാഹിത്യവും ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് നല്ലപോലെ അറിയാം. യാതൊരു വിധത്തിലുള്ള എന്താ പറയുക പുരോഗമന ചിന്തകൾക്ക് സാധ്യത ഉണ്ടായിരുന്നില്ല. ഒരു പരിധിവരെ മതം എന്ന് കാരണമായിരുന്നു. മതം മുന്നോട്ട് വരാൻ സമ്മതിച്ചിട്ടില്ല. അടിച്ചമർത്തലുണ്ടായില്ല. സാഹിത്യം ഉൾപ്പെടെയുള്ള പലതിനെ അടിച്ചമർത്തിയ പൂരിട്ടൻ കാലമൊക്കെ ഉണ്ട് ഇംഗ്ലണ്ടിൽ പോലും. സ്ത്രീകൾക്ക് യാതൊരു പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാത്തൊരു കാലം ഇംഗ്ലണ്ടിൽ പോലും ഉണ്ടായിരുന്നു. നമുക്കതിപ്പോൾ ഓർമ്മ അല്പം തോന്നും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ട കാര്യമില്ല. ആരുടെ കവിതയാണ് ഓർക്കുന്നില്ല. ഏതോ ഒരു കവിതയിൽ പറയുന്നുണ്ട് സ്ത്രീകൾക്ക് കിട്ടേണ്ട ബ്രൗണിങ്ങിന്റെ കവിതയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സ്ത്രീകൾക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ വിദ്യാഭ്യാസം തയ്യലാണെന്ന് പറയുന്നുണ്ട്. തുന്നൽ മാത്രം. തുന്നൽ സ്കൂളുകൾ ഉണ്ടായിരുന്നു ഇംഗ്ലണ്ടിൽ പറയാം. അപ്പൊ തുന്നൽ പഠിപ്പിക്കുക, അതിനുവേണ്ടി കല്യാണം കഴിച്ചിരുന്നു. ഇതായിരുന്നു പണി. ഇതൊരു മനോഹരമായ കാലമാണ്. ആ കാലം തിരിച്ചു വരാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെ മനുഷ്യരുണ്ട്. അതാണ് രസം. നമ്മൾ അവരെ വിളിക്കും വിശ്വാസങ്ങളെ വിളിക്കും. ഇതൊന്നും വിശ്വാസമല്ല. പഴയതിലേക്ക് പോകേണ്ടതല്ല, മുന്നോട്ട് സഞ്ചരിക്കണം. ആ കാലത്തെ തരണം ചെയ്താണ്, അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ്, യുവാക്കളായ മനുഷ്യർ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് അവർ എഴുതി, അതിനെക്കുറിച്ച് അവർ പ്രസംഗിച്ചു, അവരെ പ്രവർത്തനങ്ങളായി മാറി. സുവിശേഷം പ്രസംഗിക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയാണ് ക്രിസ്തു പറഞ്ഞത്. സുവിശേഷം പ്രസംഗിച്ച് എല്ലാവരോടും എന്തേ സുവിശേഷം? നല്ല വാക്കുകളാണ്, നല്ല വാർത്തകളാണ്. നല്ല വാക്കുകൾ പറയുന്നവരുടെ കാലും പോലും മനോഹരമെന്ന് ക്രിസ്തു അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. നല്ല വാക്കുകൾ സംസാരിക്കുന്നവരുടെ കാല് പോലും മനോഹരമാണ്. അപ്പൊ പിന്നെ അവരുടെ മുഖത്തിന്റെ ഗ്രേസ് എത്ര മാത്രമായിരിക്കും. നല്ല വാക്കുകളെ പറയും, മനോഹരമായി സംസാരിക്കുക. അതാണ് സുവിശേഷം. നല്ല വാക്കുകൾ പറഞ്ഞു നടക്കാവുന്നതല്ല, നല്ല വാക്ക് പറഞ്ഞത് പ്രവർത്തിക്കാവുന്നതാണ്. സുവിശേഷം പ്രവർത്തനമാണ്. സുവിശേഷം പ്രസംഗിക്കാവുന്നതല്ല, സുവിശേഷം പ്രവർത്തിക്കണം. അത് ആരാണ് പ്രവർത്തിക്കേണ്ടത്? നമ്മളാണ് പ്രവർത്തിക്കേണ്ടത്. സുവിശേഷം പറയുന്ന കാര്യം, നല്ല കാര്യങ്ങളിൽ നിന്നും കേട്ട കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുകയും. ഇപ്പം ഏറ്റവും പുതിയ നമ്മുടെ ഈ സാമൂഹിക ജീവിതത്തിൽ ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അത് മയക്കുമരുന്നിന്റെ മാരകമായ ഉപയോഗമാണ്. ഞാൻ ഏറെ നാളുകളുമായി ബന്ധപ്പെട്ട സ്ഥലത്തൊക്കെ ജോലി ചെയ്ത ആളായതുകൊണ്ട് അതിന്റെ ചില കണക്കുകളൊക്കെ എനിക്കറിയാം. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല. ഒരു ഈ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് മാത്രമേ നമ്മൾ വെളിയിൽ കാണുന്നുള്ളൂ. അതിഭീകരമായ രീതിയിൽ കേരളത്തിന്റെ ഉൾപ്പെടെ എല്ലാ ഇന്ത്യൻ സമൂഹങ്ങളിലും, പ്രത്യേകിച്ചും അർബൻ ഏരിയകളിൽ കുട്ടികളിൽ മയക്കുമരുന്ന് പടരുന്നുണ്ട്. കേരളത്തിലെ പുതിയ കണക്ക് നിങ്ങൾ നോക്കിയറിയാം. മദ്യപാനത്തിന്റെ എണ്ണം കുറഞ്ഞു. കേരളത്തിൽ മദ്യപാനം കഴിഞ്ഞ വർഷത്തൊക്കെ കുറവാണ് ഈ വർഷത്തെ കണക്ക്. അപ്പോൾ നമുക്ക് വിചാരിക്കും ഭയങ്കര നന്നായി വരുവാണ് ലോകം. വെറുതെയാണ്. ഈ മദ്യം ഉപയോഗിച്ചതൊക്കെ അത് പോരാ, കിറ്റി പോരാന്ന് പറഞ്ഞ് മയക്കുമരുന്നിലേക്ക് പോരാ. മയക്കുമരുന്നിന്റെ എണ്ണം ഭയങ്കരമായിട്ട് കൂടുകയാണ്. മയക്കുമരുന്ന് കൂടുന്നതിന്റെ ക്രിമിനൽ റിഫ്ലക്ഷൻസ് നമ്മൾ കാണുന്നുണ്ട്. പലരെയും ഇപ്പം പ്രണയിക്കുന്ന പെൺകുട്ടിയെ കൊന്നുകളയുന്നു, അവൾ ഇഷ്ടമില്ല എന്ന് പറയുമ്പോൾ ഉടനെ വേടെടുത്ത് വരയുന്നു. ഇതൊക്കെ ചുമ്മാ ഒരു ബോധമുള്ള മനുഷ്യൻ ചെയ്യുന്നതല്ല. ഇതെല്ലാം മയക്കുമരുന്നാണ്. ഇന്നലെ നടന്നൊരു സംഭവത്തിന്റെയും വായിച്ചൊരു കാര്യം പറഞ്ഞാൽ അവര് കഞ്ചാവ് അടിമയായിരുന്നു. അപ്പോൾ ബോധപൂർവമല്ല, ബോധം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ യുവത്വം മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ നിയന്ത്രിക്കാൻ ഒരു ഭരണകൂടത്തിന് ഒരു എന്താ പറയുക, നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല കാര്യങ്ങൾ. വീടിനുള്ളിൽ ആണ് ഏറ്റവും ശക്തമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകേണ്ടത്. വീടിനുള്ളിലാണ്. വീടിനുള്ളിലേക്കാൾ മുമ്പിൽ അവരുടെ ഉള്ളിലാണ് ഉണ്ടാകേണ്ടത്. ഉള്ളിലുണ്ടാവണം നിയന്ത്രണങ്ങൾ. ഉള്ളിലുള്ള മനുഷ്യനെ കണ്ടെത്താൻ കഴിയണം. സാന്റിയാഗോ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കറിയുന്നു. 2 സാന്റിയാഗോമാരാണ് ഈ സാഹിത്യത്തിൽ. 2 നമുക്ക് പാഠം തരുന്ന സാന്റിയാഗോമാരാണ്. ഒന്ന് ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ സാന്റിയാഗോയും, ഒന്ന് പൗലോ കോയിലോയുടെ സാന്റിയാഗോയും. ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ സാന്റിയാഗോ നമുക്കറിയാം. ജീവിതത്തിലെ സകലവും നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യൻ, പരാജയം ഏറ്റുവാങ്ങുന്ന മനുഷ്യൻ. അയാളുടെ ജീവിതത്തിലെ സ്വപ്നങ്ങളൊക്കെ തകർന്നു പോകും. നമ്മുടെ ജീവിതത്തിലെ സ്വപ്നങ്ങളൊക്കെ ചിലപ്പോൾ തകർന്നു പോകുന്ന സമയത്ത് ഉണ്ടാകാം. നമുക്ക് പ്രതീക്ഷ പോലൊന്നും കാര്യങ്ങൾ വരുന്നില്ലെന്ന് വരാം. ഈ പ്രതീക്ഷ പോലെ കാര്യങ്ങൾ വരാത്തതും, ഉദ്ദേശിച്ച ജോലി കിട്ടാത്തതും, ഉദ്ദേശിച്ച പോലെ മാർക്ക് കിട്ടാത്തതും ഒക്കെ യുവത്വത്തിന്റെ ഒരു പൊതു സ്വഭാവമാണല്ലോ. അതിലൊന്നും നിരാശപ്പെടേണ്ട ഒരു കാര്യമില്ല. സാന്റിയാഗോ എന്താ ചെയ്തത്? ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്നുള്ള നോവൽ വായിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നൊരു പോയിന്റ് ആണ്. അതെന്താന്ന് ചോദിച്ചാൽ, അയാൾ കഷ്ടപ്പെട്ട് പിടിച്ച മീൻ ദിവസങ്ങളോളം മീനുമായിട്ട് യുദ്ധം ചെയ്യുന്നു. ആ കഥ വായിച്ചതൊക്കെ അറിയാം. മീൻ പിടിക്കുന്നു, മീനെ വലിച്ചു കൊണ്ടുവരുന്നു. പക്ഷെ മീനിന്റെ ഭാരം കൂടുതലുണ്ടായി അതിനെ വലിക്കാൻ പറ്റുന്നില്ല. കടലിൽ കിടന്ന പരസ്പരം യുദ്ധം വഴി ഉണ്ടാകുന്നു. ഒടുവിൽ ഒരു വിധത്തിൽ അതിനെ വലിച്ചു കൊണ്ടുവരുമ്പോഴത്തേനും മീൻ ഉണ്ടായിരുന്നില്ല, മീനിന്റെ മുള്ളു മാത്രമേ ഉള്ളൂ. അതാണ്. അപ്പോൾ എന്ത് ചെയ്തു?
വീണ്ടും കടലിൽ ചാടിയാൽ ആത്മഹത്യ ചെയ്യില്ല. സാന്റിയാഗോ മലയാളിയായിരുന്നില്ല, പക്ഷേ ചെയ്യാവുന്ന ഒരു പണി അതാണ്. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു പോയൊരു മനുഷ്യന് അതേ ഒരു വഴി. സാന്റിയാഗോ എന്താ ചെയ്തെന്ന് വെച്ചാൽ കടലിൽ നോക്കി നടന്ന് ഒരു ചാരി വെച്ചിരുന്ന ഒരു വഞ്ചിയുടെ സൈഡിൽ പോയി കിടന്ന് സ്വസ്ഥമായി ഉറങ്ങി. ജീവിതത്തിന്റെ എല്ലാ പ്രതികൂല സന്ദർഭങ്ങളിലും ശാന്തമായി ഉറങ്ങാൻ കഴിയും. എല്ലാം ശരിയാകുന്നതൊക്കെ. ചാൾസ് ഡിക്കൻസിന്റെ ഒരു കഥാപാത്രമുണ്ട്, വിൽക്കിൻസ് മിക്കാവർ എന്നാണ് പേര്. ഡേവിഡ് കോപ്പർഫീൽഡിന്റെ നോവലിനകത്തുള്ളതാണ്. ഇദ്ദേഹത്തിന്റെ ഒരു പ്രശ്നമാണ്, ഇദ്ദേഹം എന്ത് ചെയ്താലും പരാജയപ്പെടും. അങ്ങനത്തെ ഒരു കഥാപാത്രം ഞാൻ വേറെ സാഹിത്യത്തിലേക്ക് വേണ്ടിയിട്ടില്ല. അയാൾ ആദ്യം പോയി ചെറിയ ബിസിനസ് തുടങ്ങും, കുറച്ച് പൈസ മുടക്കും. അത് പരാജയപ്പെടാനുള്ളതാണ്. എത്ര ശ്രമിച്ചാലും വിജയിക്കില്ല, പൊട്ടിപ്പാളിഷ്ടാവും. അപ്പൊ എന്ത് ചെയ്യും? കുറച്ചാളിങ്ങനെ നടക്കും, എന്നിട്ട് വീണ്ടും പോയി ഒരു പണി നടക്കും, അതും പൊട്ടിപ്പോകും. ഇങ്ങനെ സ്ഥിരമായി പൊട്ടിയിരിക്കുന്ന ഒരു മനുഷ്യൻ. പക്ഷെ ഇതിന്റെ ഇടയ്ക്കൊക്കെ ഇയാളുടെ സുഹൃത്തുക്കൾ, ഇയാളുടെ ബന്ധുക്കളൊക്കെ ഇയാളോട് ചോദിക്കും, ഇതും പോയല്ലോ എന്ന് ചോദിക്കും. എന്താ പണി? നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമല്ലേ, സ്ഥിരം ചോദിക്കുന്നവരാണ്. എന്തായി, എന്തൊക്കെയാണ്, പോയല്ലോ എല്ലാം. വിൽക്കിൻസ് മിക്കാവർ പറയും സംതിങ് ഗുഡാണ്. ആത്മവിശ്വാസത്തോടെ പറയും സംതിങ് ഗുഡാണ്. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു വാക്കാണ്. എന്തെങ്കിലും ഒരു കാര്യം വരുന്നേ ഒക്കെ ശരിയാവും എന്ന് സ്വയം പറയാം. അയാൾ മറ്റുള്ളവരോട് പറയുന്നത് തോന്നും, പക്ഷെ അത് ആയിട്ടുള്ള വാക്കാണ്, സ്വയം പറയുന്ന വാക്കാണ്. എല്ലാം ശരിയാവുമെന്ന് സ്വയം പറയാം. എന്നിട്ട് വീണ്ടും അടുത്ത പണിക്ക് പോകും. അത് വിജയിച്ചു ശരിക്കും പറഞ്ഞു. അത് അവസാനം ഓസ്ട്രേലിയയിലേക്ക് ആടുകളെ കയറ്റയക്കുന്ന ഒരു ബിസിനസ് തുടങ്ങി. അത് വമ്പൻ വിജയമായി മാറുകയും സംതിങ് ഗുഡാണെന്നുള്ള അവരുടെ ആത്മവിശ്വാസം അതൊക്കെ അവസാനം വലിയ പിടിവള്ളിയായി മാറുകയും. ആളെ ആരും എക്സ്റ്റേണലി സഹായിക്കുന്നില്ല, കഥാപാത്രത്തെ ആരും അത് പൈസ പോലും കൊടുക്കുന്നില്ല, എല്ലാവരും നിരാശപ്പെടുത്തുക. അപ്പൊ അയാൾ പറയും സംതിങ് ഗുഡാണ്, എന്തെങ്കിലും ഒരു കാര്യം ശരിയാകുക. അങ്ങനെ സ്ഥിരം പറഞ്ഞ് അയാളെ തന്നെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കും. അയാൾ ആത്മവിശ്വാസം കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ അയാൾ മറ്റേ സാന്റിയാഗോ എന്താ ചെയ്തേ? മറ്റേ സാന്റിയാഗോ സ്വന്തം ജീവിതത്തിന്റെ കാര്യങ്ങൾ, കഥ എത്രയല്ലേ ഉള്ളൂ, നിങ്ങൾ വായിച്ചിട്ടുള്ളതാണ്. ആത്മവിശ്വസിനെ അങ്ങനത്തെ കാര്യമൊന്നുമില്ല. അയാളുടെ തന്നെ വീടിന്റെ അയാളെപ്പോഴും കടന്നിരുന്ന പള്ളി മുറ്റത്തായിരുന്നു അയാളുടെ നീതി കടന്നിരുന്നത്. ആ നീതി കാണാതെ അയാൾ എത്രയോ കാല യാത്ര ചെയ്തു നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങളെ കണ്ടെത്താനും നമ്മളെ തന്നെ മനസ്സിലാക്കണം. അതിന് വേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുക. അതിനകത്ത് മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തി നോക്കുക. ജീവിതത്തിൽ സ്വപ്നങ്ങൾ ആണോ അഭിലാഷങ്ങളാണോ? എന്താണ് പറയേണ്ടത്? അഭിലാഷം. എനിക്ക് ജീവിതത്തിൽ ചില അഭിലാഷങ്ങളുണ്ട്. അഭിലാഷത്തെ കുറച്ചുകൂടെ എന്താ പറയുക, ഡെമോക്രറ്റൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ദർശനം എന്ന് പറയുന്നത്. നിങ്ങൾ അഭിലാഷവും ദർശനവും നമ്മുടെ വ്യത്യാസമാണ്. ക്രിസ്തുവിന് അഭിലാഷം ഉണ്ടായിരുന്നു നമ്മൾ പറയുക, ദർശനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. എന്തായിരുന്നു ദർശനം? ചില കാര്യങ്ങൾ ചെയ്യാനുള്ള ദർശനം. നമ്മുടെ സ്വന്തം കാര്യം വരുമ്പോഴാണ് നമുക്ക് അഭിലാഷം വരുന്നത്. അഭിലാഷത്തെ ദർശനമാക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ കൂടെ കാണും. എന്റെ സമുദായത്തെ മാത്രമല്ല, മറ്റുള്ള സമുദായത്തിൽ സങ്കടപ്പെടുന്ന ഓരോ മനുഷ്യൻ. ജോൺ ഡണ്ടിന്റെ ഒരു കവിതയുണ്ട്, എലിസബത്ത് കാലത്തുണ്ടായിരുന്ന കവിയാണ്. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ആ കവിതയുടെ പേരാണ് പിന്നീട് ഏണസ്റ്റ് ഹെമിംഗ്വേ ഫോർ ഹോം ദ റെഡ് കോട്സ് എന്നുള്ള നോവൽ എഴുതാൻ വർഷങ്ങൾക്ക് ശേഷം. ആ കവിതയുടെ പേര് അത് തന്നെയാണ് നടക്കുന്നത്, ഫോർ ഹോം ദ റെഡ് കോട്സ്, മണിമുഴങ്ങുന്നതാർക്ക് വേണ്ടി. അതിലധികം പറയുന്നത്, ഒരു മൺകട്ടയെങ്കിലും അല്ലെങ്കിൽ കടലിൽ പോയാൽ യൂറോപ്പ് അത്ര കണ്ട് ചെറുതാവുമെന്ന് ജോൺ പറയുന്നത്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഓരോന്നും, അത് മൂല്യങ്ങളാവാം, എന്തുമാവാം, അത് എൻ്റെ കൂടെയാണെന്നുള്ള ചിന്ത. അന്നേരം മറ്റുള്ളവരെ കുറിച്ചുള്ള ഈ ചിന്തയാണ് നമ്മളെ മനുഷ്യനാക്കി മാറ്റുന്നത്. ക്രിസ്തു മുന്നോട്ട് വെച്ച ഏറ്റവും മഹത്തായ ആശയങ്ങളിലൊന്ന് മറ്റുള്ളവരെന്നുള്ളതായിരുന്നു, അപരത്വം എന്നുള്ളതായിരുന്നു. ഒന്നും സ്വയം ചെയ്യുന്നില്ല, ഞാൻ ചിന്തിക്കുന്നതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി കൂടെയാണ്. യഥാർത്ഥം നമ്മുടെ മതങ്ങൾ ഇപ്പോൾ പരാജയപ്പെടുന്ന ഇവിടെയാണ്. മതങ്ങളെല്ലാം ചുരുങ്ങി അവരവരുടെ നാല് കെട്ടിലേക്ക് മാത്രം ചെത്തിപ്പെട്ടിരിക്കുന്നു. അവരുടെ ചുവരുകൾക്കുള്ളിലേക്ക് മാത്രം ഒതുങ്ങിയിരിക്കുന്നു. കാപ്പനച്ചൻ നിങ്ങൾക്ക് വിഷയത്തിലേക്കുണ്ടാവും. എസ് കാപ്പനച്ചന്റെ ഏറ്റവും മനോഹരമായ ആശയങ്ങളിലൊന്ന് ആയിരുന്നു അൺഗോഡ് എന്ന് പറയുന്ന ആശയം. അൺഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവമല്ലാത്ത ചിലതിനെ നമ്മൾ ദൈവമാണെന്ന് പറഞ്ഞ് ആരാധിക്കുന്നതിനെയാണ്. നമുക്ക് തോന്നും അതും ദൈവമാണ്. ദൈവമല്ല. നമ്മൾ ദൈവത്തിന്റെ പേര് പറയും, ദൈവത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നത്. പക്ഷെ ദൈവത്തെക്കാൾ പ്രധാനമായിരുന്നു നമുക്ക് പണത്തെക്കുറിച്ച് പുള്ളി പറയുന്നുണ്ട്. പണം ഒരു ഗോഡാണെന്ന് പറയുന്നത്. അതിന് പരിഹാരം എന്ന നിലയിൽ പുള്ളി പറയുന്നത് ഗോഡ് ഈസ് ബിയോണ്ട് ഗോഡ് എന്നൊരു ആശയം കൊണ്ടുവന്നിരിക്കുന്നുണ്ട്.
ദൈവം എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടെത്തിയ ആളിനേക്കാൾ അപ്പുറമാണെന്നുള്ള ചിന്ത, അപ്പുറത്തേക്ക് യാത്ര ചെയ്യുക. ഇതിനപ്പുറം, ഈ നദിയുടെ അപ്പുറം എന്താണ്, ഈ കടലിനക്കരെ എന്താണ്, എൻ്റെ ഈ ചിന്തയുടെ അപ്പുറം എന്താണ് എന്ന് ചിന്തിക്കാൻ കഴിയുക. അവിടെയാണ് മറ്റുള്ള മനുഷ്യരുടെ സങ്കടങ്ങൾ കിടക്കുന്നത്. എന്നെപ്പോലുള്ള ഒരുപാട് മനുഷ്യരുള്ള ചിന്ത കിടക്കുന്നത്. എന്നെപ്പോലെ തന്നെയാണ് എല്ലാവരും കിടക്കുന്നത്. പോയി മറ്റൊരു മതക്കാരനെ കൊന്നിട്ട് വന്നാൽ എൻ്റെ ദൈവം പ്രസാദിക്കുമെന്ന് കരുതിയാൽ ആ ദൈവം എന്ത് ദൈവമാണെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊരാളിനെ കൊന്നിട്ട് വന്നാൽ പ്രസാദിക്കുന്ന ദൈവത്തെ എങ്ങനെ ദൈവമായിട്ട് പറയാം? എല്ലാവരെയും സ്നേഹിക്കുന്ന ആളിൻ്റെ പേരാണ് ദൈവം. കാരണം ദൈവസ്നേഹമാണ്. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ആളിൻ്റെ പേരാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരാശയമാണ് കാരണം ദൈവത്തിൽ എന്ന് പറയുന്ന ആശയം. അവിടെ മൂല്യങ്ങളാണ് അവിടെ. മനുഷ്യനെന്ന യഥാർത്ഥ ഒരു കാലത്ത് മനുഷ്യന് യാതൊരു പ്രാധാന്യമില്ല. ഏതാണ്ട് ഒരു 15-16 നൂറ്റാണ്ട് വരെ മനുഷ്യന് ഒരു പ്രാധാന്യമില്ല. മനുഷ്യന്റെ പ്രാധാന്യം തിരിച്ചു കൊണ്ടുവന്നത് മനുഷ്യൻ തന്നെയാണ്. വായിച്ച മനുഷ്യൻ, ചിന്തിച്ച മനുഷ്യൻ, മനുഷ്യനാണ് പ്രധാനം എന്ന് പറഞ്ഞ് അവരെ തിരിച്ചു പിടിക്കുക. ആ കാലത്തെ യുവജനങ്ങളാണ് ചെയ്യുന്നത്. അതിനൊക്കെ ഒരുപാട് ചരിത്രം ഉണ്ടാകും, ഞാനിവിടെ പറയുന്നില്ല. അപ്പം മനുഷ്യനിലേക്കുള്ള യാത്ര പ്രധാനമാണ്. മനുഷ്യൻ എന്ത് മനുഷ്യൻ? ഏതെങ്കിലും ഒരു ജാതിയിൽപ്പെട്ട മനുഷ്യനല്ല, ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട മനുഷ്യനല്ല, ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിലോ രാഷ്ട്രീയത്തിലോ പെട്ട മനുഷ്യനല്ല. മനുഷ്യൻ, വെറും മനുഷ്യൻ. ഒരാൾ തമാശയാക്കി ചോദിച്ചു, ഓരോ മതങ്ങളാണല്ലോ ഓരോരുത്തരെയും സൃഷ്ടിച്ചത്. ക്രിസ്ത്യാനിയെ സൃഷ്ടിച്ചത് ക്രിസ്ത്യാനിയുടെ ദൈവമാണെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു. ഇസ്ലാമിനെ സൃഷ്ടിച്ചത് ഇസ്ലാമിന്റെ ദൈവമാണെന്ന് ഇസ്ലാം വിശ്വസിക്കുന്നു. ഹിന്ദു സഹോദരങ്ങളെ സൃഷ്ടിച്ചത് പിന്നെ അവർ ആ ദൈവമാണെന്ന് അവർ വിശ്വസിക്കുന്നു. പിന്നെ ഇങ്ങനെ പല ദൈവങ്ങൾ പല സ്ഥലത്തിരുന്നുകൊണ്ട് സൃഷ്ടിച്ചിട്ടും എന്തുകൊണ്ട് മനുഷ്യനല്ല ഒരുപോലായി? ഇല്ലാത്ത ചോദ്യമാണ്. പല സ്ഥലങ്ങളിലാണ് ഇവരെല്ലാം. ഇവർ തമ്മിൽ കണ്ടുമുട്ടിക്കൊണ്ടതുപോലെ നമുക്ക് അറിയില്ല. കാരണം നമ്മൾ ഓരോരുത്തരും നോക്കി പ്രാർത്ഥിക്കുന്ന പോലും പല സ്ഥലങ്ങളിലാണ്. ഓരോരുത്തരും ചിന്തിക്കുന്നതും ഓരോരുത്തരുടെയും എബോർഡെന്ന് കരുതുന്നതും പല സ്ഥലങ്ങളാണ്. പക്ഷെ ദൈവം സൃഷ്ടിച്ചപ്പോൾ എല്ലാം ഒരുപോലെ. എല്ലാവരുടെയും മൂക്ക് ഒരുപോലെ, എല്ലാവരുടെയും ചെവി ഒരുപോലെ. ഏതെങ്കിലും ഒരാളുടെ തലയുടെ പുറകിൽ കണ്ണു വന്നില്ലല്ലോ, തെറ്റിച്ചു പോലും. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ ഈ ടെക്നോളജിയുടെ പ്രത്യേകത? ടെക്നോളജിയുടെ പ്രത്യേകത ഒന്നുകിൽ നമുക്ക് വളരെ സന്തോഷത്തോടെ ആശ്വസിക്കാം, ഇവരെല്ലാം ഒന്നിച്ചു ചേർന്നെടുത്ത തീരുമാനമാണ്. ഈ തീരുമാനം എടുക്കാൻ പോലും, ഒന്നിച്ച് നിൽക്കാൻ പോലും ഇവിടുത്തെ മനുഷ്യർക്ക് കഴിയുന്നില്ല, ഒന്നിച്ച് നിൽക്കാൻ കഴിയുന്നില്ല. കാരണം മതം എന്ന് പറയുന്നത് ഒരു വ്യവസായം കൂടെയാണ്. വ്യവസായത്തിന്റെ പ്രത്യേകത ലാഭമാണ്. മിൽട്ടൺസ് പിന്നെ ഇദ്ദേഹത്തിന്റെ നോബൽ സമ്മാനം കിട്ടിയ എക്കണോമിസ്റ്റാണ് ഫ്രീഡ്മാൻ, മിൽട്ടൺ ഫ്രീഡ്മാൻ. ഫ്രീഡ്മാൻ്റെ ഒരു പുസ്തകമാണ് ക്യാപിറ്റലിസം ആൻഡ് ഫ്രീഡം. അതിൽ അദ്ദേഹം ഒരു വാക്ക് പറയുന്നുണ്ട്, ദ എസൻസ് ഓഫ് ഡെമോക്രസി ഈസ് പ്രോഫിറ്റ് മേക്കിംഗ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്താലും അതിൽ ലാഭം വേണമെന്ന് ചിന്ത ഉള്ളിലുണ്ട്. അത് മതമായാലും വിശ്വാസമായാലും വിട്ടുകൊടുക്കാതിന് മടിയല്ല. ഇത് മനുഷ്യന്റെ സഹജമായ സ്വഭാവമാണ്. ഇത് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന വഴിയില്ല. ഇത് മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കാറ്. പ്രോഫിറ്റ് മേക്കിംഗ് വേണമെന്നുള്ളതാണ്. അതിൽ എല്ലാ മനുഷ്യരും ഒന്നാണെന്ന് പറയുന്ന ഡെമോക്രസിയിൽ പോലും അതുണ്ട്. എല്ലാ മനുഷ്യരും ഒന്നാണെന്ന് പറയുന്ന എല്ലാത്തിലും ഈ പ്രോഫിറ്റ് മേക്കിംഗ് എന്നുള്ള ചിന്ത വരുന്നുണ്ട്. ഇതിനെ മറികടക്കാൻ വേണ്ടിയാണ് 18ാം നൂറ്റാണ്ടിലുള്ള മനുഷ്യൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുകയും ക്ഷേമം എന്നുള്ള വാക്ക്, വെൽഫെയർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചതിന് വേണ്ടിയാണ്. മനുഷ്യന്റെ ക്ഷേമം, മനുഷ്യന്റെ ഉയർച്ച, മനുഷ്യന്റെ വളർച്ച, മനുഷ്യന്റെ വികാസം എന്നൊക്കെ. പക്ഷെ അത് വേണ്ടതുപോലെ ഉയർത്തിയെടുക്കാൻ നമ്മുടെ ഒരു കാലത്തെ യുവജനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. യുക്തിപരമായി ചിന്തിക്കുക. ഗോഡ് ഈസ് ബിയോണ്ട് ഗോഡ്. ദൈവത്തെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞതിനപ്പുറമാണ് ദൈവം. അതിനെക്കുറിച്ച് ചിന്തിക്കുക. കുറച്ച് ഒരു പടിയുടെ യാത്ര ചെയ്യുക. ഒരു നദിയുടെ കടന്ന് അപ്പുറത്ത് പോയി നോക്കുക. അവിടെയുണ്ട് മനുഷ്യർ. നിങ്ങളെപ്പോലെ സങ്കടപ്പെടുന്ന, നിരാശപ്പെടുന്ന മനുഷ്യർ. അവർ സന്തോഷത്തോടെ ജീവിക്കുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്കപ്പുറം മനുഷ്യരുണ്ട്. ഗോഡ് ഈസ് ബിയോണ്ട് ഗോഡ്. എന്നിട്ട് അവരെ ചേർത്ത് പിടിക്കുക. ശാസ്ത്രീയമായ വഴിയിലൂടെ സഞ്ചരിക്കുക. ഒന്നിനെയും അന്ധമായി വിശ്വസിക്കേണ്ട. യുക്തിപരമായിരിക്കണം നിങ്ങളുടെ വിശ്വാസം. കാരണം ഏറ്റവും മനോഹരമായ സ്നേഹവും വിശ്വാസവും നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന സഹോദരന്റെയും അടുത്ത് നിൽക്കുന്ന സുഹൃത്തിന്റെയും. ലോകത്തിലെ ഏറ്റവും സുന്ദരമായ സംബോധനകളെന്ന് അതുകൊണ്ട് തന്നെ ബ്രദർ എന്നുള്ള വിളിയാണ്, സഹോദരൻ എന്നുള്ള വിളിയാണ്. ആ വിളിച്ചത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തുവാണ് ആദ്യമായിട്ട് ഒരാളിനെ സഹോദര എന്ന് വിളിക്കുന്നത്. അതുവരെ വിളിച്ചിട്ടില്ല. ക്ലാസ് സിസ്റ്റം ശക്തമായിരുന്ന കാലമാണ്. അപ്പം
യഹൂദിയയിലൊക്കെ ക്ലാസ് സോഷ്യൽ ക്ലാസ്സിനെ കുറിച്ച് പഠിച്ചാൽ അതിൽ ഈ യോഹന്നാന്റെ സുവിശേഷം വായിക്കുന്ന രസമുള്ള ഒരു കാര്യമുണ്ട്. 4-ാം അധ്യായത്തിൽ നിങ്ങൾ വായിച്ചിട്ടുള്ള ആൾക്കാർക്കറിയാം, ഈ അവിടെ മറ്റേ ശബരിയാക്കാരൻ്റെ സ്ത്രീയെ വെള്ളം കോരുന്ന സമയത്ത് കണ്ടെത്തുന്നു. അപ്പോൾ സമയം കഴിഞ്ഞുകൊണ്ട് എല്ലാവർക്കും വിശന്നു. ക്രിസ്തു ആയിക്കോട്ട് പറഞ്ഞു പോയി ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരാണ്. എനിക്ക് ആ സന്ദർഭം അറിയാം, കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ക്രിസ്തു ഒറ്റയ്ക്കായി ഇവരെല്ലാം ഭക്ഷണം വാങ്ങാൻ എവിടെയോ പോയി. അവിടെ അന്നത്തെ കാലത്ത് ചായക്കട എവിടായിരുന്നു, ഹോട്ടൽ എവിടായിരുന്നു നമുക്ക് അറിയില്ല, എവിടെയും പോയിട്ടുണ്ടാവും. പോയി ഭക്ഷണം വാങ്ങിയിട്ട് വന്നപ്പോൾ അവരെല്ലാം അത്ഭുതപ്പെട്ടതായിട്ട് ആ വാക്യത്തിൽ പറയുന്നു. അദ്ദേഹം പറയുന്നത്, ഈ വിശന്നിരിക്കുന്ന ക്രിസ്തുവിനെയോ വെള്ളം പോലും കുടിക്കാതെ കാത്തിരിക്കുന്ന ക്രിസ്തുവിനെയോ ഒന്നുമല്ല അവർക്ക് പ്രശ്നമായത്. അവൻ ഒരു സ്ത്രീയോട് സംസാരിക്കുന്ന കണ്ട് അവർ അത്ഭുതപ്പെട്ടു എന്ന് പറയുന്നത്. ക്രിസ്തു ഒരു സ്ത്രീയോട് സംസാരിക്കുന്ന കണ്ടപ്പോൾ അവർക്ക് സഹിച്ചില്ല. ഇതെന്ത് ടൈപ്പാണ്? ഇതായിട്ട് സാമൂഹ്യ വ്യവസ്ഥയാണ്. ഈ ക്ലാസ് സിസ്റ്റത്തെ മറികടന്നുകൊണ്ടാണ് ക്രിസ്തുവിന്റെയും പിന്നീട് വന്ന ഒരുപാട് പ്രവാചകന്മാരുടെയും ഒരുപാട് വലിയ വലിയ ആൾക്കാരുടെയും ആശയങ്ങൾ മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് പ്രവർത്തനം യുക്തിപരമാവണം. അതാണ് ഗുരുവിനോട് അദ്ദേഹത്തിന്റെ ചില ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ട്, ഈ സഹോദരനയ്യപ്പനെ എങ്ങനെ സഹിക്കുന്നു? സഹോദരനയ്യപ്പനെ ശിക്ഷയായിരുന്നു. അയ്യപ്പനെ എങ്ങനെ സഹിക്കുന്നു ചോദിക്കുന്നത്. ഗുരു പറഞ്ഞത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം, ഏറ്റവും മനോഹരമായ ആശയങ്ങളൊന്നാണ് എന്നാ പറഞ്ഞത്. അയ്യപ്പൻ പറഞ്ഞു ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്നാണ്. ദൈവത്തിനോട് വലിയ താല്പര്യമില്ല. ഗുരു പക്ഷെ ദൈവത്തെ തള്ളി പറഞ്ഞിട്ടില്ല, എല്ലാം ഒന്നാണ് എന്ന് മാത്രമേ പറഞ്ഞു. അപ്പൊ ശിഷ്യന്മാര് ചില ആൾക്കാർ എന്ന് ചോദിച്ചു, ഈ അയ്യപ്പൻ ഇങ്ങനെ പറയുന്നല്ലോ, അയ്യപ്പന് ദൈവമില്ലല്ലോ, എങ്ങനെ കൂടെ കൊണ്ട് നടക്കുന്നത് ചോദിച്ചെന്ന് പറഞ്ഞു. അയ്യപ്പൻ അങ്ങനെ പറഞ്ഞാലും പ്രവൃത്തിയിൽ അവന് ദൈവമുണ്ട്. ആലോചിക്കുന്നൊരു വാക്കാണ്. നമ്മുടെ പറച്ചിലല്ല വേണ്ടത്, പ്രവൃത്തിയിലാണ് ദൈവം വേണ്ടത്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പ്രവർത്തിക്കുമ്പോൾ അവന് അനുകമ്പയുണ്ട്, സ്നേഹമുണ്ട്, കരുണയുണ്ട്, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്നുണ്ട്, ആരെയും വെറുക്കുന്നില്ല. വെറുപ്പൊരു വലിയ പ്രശ്നമാണെന്ന്. വെറുപ്പിന്റെ രാഷ്ട്രീയത്തിൽ ജീവിക്കുകയാണ് ഇന്ത്യ. ആരോഗ്യവും വെറുത്ത് കളയുകയാണ്, ആരോഗ്യം ഇല്ലായ്മ ചെയ്ത് കളയുകയാണ്. നമ്മുടെ സ്നേഹങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളുടെ ആഹ്വാനം ചെയ്യാനുള്ളത്, നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെ പുറത്തെടുക്കുകയും വ്യക്തിപരമായിട്ട് ചിന്തിക്കുകയും കൂടുതൽ വായിക്കുകയും നിങ്ങളുടെ പൊട്ടൻസിയെ കണ്ടെത്തുകയും കുറച്ചുകൂടെ വെളിയിലേക്ക് യാത്ര ചെയ്യുക. മനസ്സുകൊണ്ടും ജീവിതം കൊണ്ടും ചിന്തകൾ കൊണ്ടും ചിന്തിക്കുന്ന മനുഷ്യൻ, വെറുത്ത് പറഞ്ഞില്ലേ ചിന്തിക്കുന്ന മനുഷ്യ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞവരെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരം ചിന്തകളാണ്, നിങ്ങളുടെ തന്നെ ചിന്തകളാണ്. നിങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കണ്ടെത്താൻ കഴിയണം. അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുകയും സ്വയം ഉത്തരങ്ങൾ കണ്ടെത്തുകയും ചിന്തിക്കുകയും ഒരു കാലം കൂടെ ചിന്തയിലൂടെ യാത്ര ചെയ്യുന്ന, വായനയിലൂടെ യാത്ര ചെയ്യുന്ന, ഒരുത്തത്തിൽ കീഴടക്കാനാവാത്ത വിക്കിൻസ്മിക്കാവ് എന്ന കഥാപാത്രം പറയുന്ന പോലെ ഞാൻ കീഴടക്ക തന്നെ ചെയ്യുമെന്ന് പറയുന്ന ഉത്തമ ആത്മവിശ്വാസമുള്ള മനുഷ്യരായി ആ മനുഷ്യർക്ക് ആരോടും വെറുപ്പുണ്ടാവരുത്. ആ മനുഷ്യർക്ക് ആരെയും കൊന്നുകളയാൻ തോന്നരുത്. രാഷ്ട്രീയത്തിൽ വെറുപ്പുണ്ടാകരുത്. ഞങ്ങൾ മാത്രമാണ് ഈ ലോകത്തുള്ളത്, ഞങ്ങൾ മതി, മറ്റുള്ളവരെല്ലാം ഇല്ലാതായി കളയാനുള്ള ചിന്ത ഉണ്ടാകുന്നത്. കാരണം ഈ ലോകത്ത് അങ്ങനെയാണ്. 65,000 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മളെല്ലാം ചേർന്നത് യാത്ര ആരംഭിച്ചത്. നിങ്ങൾക്കറിയാമോ? 65,000 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ യാത്ര തുടങ്ങിയത്. മൊറോക്കോയിൽ അന്ന് ഇന്ത്യയിൽ ആരുമില്ല. ആർക്കിയാക്ക് എന്ന് പറയുന്ന ആരൊക്കെ ഉണ്ടാവും. ടോണി ജോസഫിന്റെ പുസ്തകം വായിക്കുമ്പോൾ അത്ഭുതത്തോടെ ഞാനത് വായിച്ചിട്ടില്ല. നമ്മൾ എന്തിനാണ് അദ്ദേഹം ആദ്യം പറയുന്നുണ്ട്, ഞാൻ ഇദ്ദേഹത്തിന്റെ പുസ്തകം വായിക്കാൻ എടുക്കുമ്പോൾ ഫസ്റ്റ് പേരിൽ ഒരു വാക്കുകൾ അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ പുസ്തകം നിങ്ങൾ വായിക്കാൻ വേണ്ടി എടുത്ത് നിങ്ങളുടെ കസേരയിൽ നിന്ന് നിങ്ങൾ ഇതിന്റെ ആദ്യത്തെ പേജ് മറിക്കുമ്പോൾ തന്നെ നിങ്ങൾ 1250 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടാവും. 1.5 സെക്കൻഡ് കൊണ്ട്, അല്ല 1 സെക്കൻഡ് കൊണ്ട്. അത്ര സ്പീഡാണ് ഭൂമിക്ക്. നിങ്ങൾ ഇതിന്റെ ഒരു പേജ് മറിക്കുമ്പോൾ തന്നെ നമുക്ക് ഭൂമിയുടെ കാര്യമാണ് പറയുന്നത്. നമ്മൾ ഈ സംസാരിക്കുന്നതിനിടയിൽ നമ്മൾ എത്ര യാത്ര ചെയ്ത് നിങ്ങൾക്കറിയാം. അതെന്ന് പറഞ്ഞാൽ അത് പവർണ്ണനീയം, ഈ ലോകം ഗോളം തിരിയുന്ന കാണമെന്ന് കവി പറയുന്നില്ല. നമ്മൾ ഇതിന് മേളിലിരിക്കുകയാണ്. എന്നിട്ടോ ഇവിടെ ഇരുന്നുകൊണ്ട് സകല പ്രശ്നങ്ങൾ നമ്മളുണ്ടാകും. ഇതിന്റെ അടിയിൽ എന്താണെന്ന് അറിയാം. ഈ ഭൂമിയുടെ കുഴിച്ച് പോകുമ്പോൾ കുറേ 10-15 ഫ്ലൈറ്റുകളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നതിനാണ് പോകുമ്പോൾ എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി തിളച്ചു പറയുന്ന ലാവയുണ്ട്. ഒരു 10-15 കിലോമീറ്റർ താഴെ ചെന്നാൽ പോലും ഉണ്ട്. അതാണ് ഭൂമി. ആ ഭൂമിയുടെ മേളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു ഗോളത്തിന്റെ മേളിൽ നമുക്ക് ഡാൻസ് കളിക്കാം. എന്നിട്ട് പാര വയ്ക്കാവുന്നതിനൊക്കെ പാര വയ്ക്കും, മതത്തിന്റെ പേരിൽ കൊല്ലാവുന്നതിനൊക്കെ കൊല്ലും, എല്ലാ തോന്നിയാസങ്ങളും നമ്മൾ കാണിക്കും. അടിയിൽ തിളച്ചു പറയുന്ന ലാവ നമ്മൾ ചിന്തിക്കുന്നില്ല. ഭൂമി അതിവേഗം കറങ്ങിക്കൊണ്ടിരിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ മൂവ്മെന്റ് എന്ന് പറയുന്ന ഭൂമിയുടെ കറക്കമാണ് ഇപ്പോഴും.
ഒരു സെക്കൻഡിൽ 3 ലക്ഷത്തിലധികം കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. അത്രയും വലിയ യാത്ര ചെയ്യുന്ന ഒരു മിനിറ്റിൽ യാത്ര ചെയ്യുന്ന ഭൂമി. അപ്പൊ ഇതൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? കുറച്ചുകൂടെ ബെറ്റർ ഹ്യൂമൻ ബീങ് ആവാൻ, കുറച്ചുകൂടെ നമ്മളെ തന്നെയുള്ള പൊട്ടൻഷ്യാലിറ്റി വെളിയിൽ കൊണ്ടുവരാൻ, കുറച്ചുകൂടെ ചിരിക്കുന്ന മനുഷ്യരാവാൻ, കുറച്ചുകൂടെ ചിന്തിക്കുന്ന മനുഷ്യരാവാൻ, അങ്ങനെ ഗോഡ് ബിയോണ്ട് ഗോഡ് എന്നുള്ള അവസ്ഥയിലേക്ക്, ദൈവത്തിന് വെളിയിലേക്കുള്ള ദൈവം, ആ കാഴ്ചയിലാണ് നമ്മൾ മനുഷ്യരെ കാണുന്നത്. എല്ലാ മനുഷ്യരെയും, ഒറ്റ മനുഷ്യരെയല്ല, നമ്മുടെ മതത്തെ മാത്രമല്ല, നമ്മുടെ രാഷ്ട്രീയത്തെ മാത്രമല്ല, എല്ലാ മനുഷ്യരെയും കാണാനും അവരൊക്കെ ഈ ഇതിന് വെളിയിലുള്ള ആളുകളെ എനിക്ക് സംരക്ഷിക്കേണ്ടതെന്നുള്ള ക്രിസ്തുവിന്റെ വാക്ക് ലോകത്തെ മുഴുവൻ കാണാനുള്ള കാഴ്ചയാണ്. ആ കാഴ്ച ഉണ്ടാവട്ടെ. വലിയ കോസ്മോപോളിറ്റൻ മനുഷ്യരായി മാറാൻ ഇന്ത്യയിലെ ഇവിടുത്തെ ഈ എന്റെ മുമ്പിലിരിക്കുന്ന ഈ യുവജനങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി.